are you? I hope you all are fine. Addition. Okay. Next topic is properties of addition. The topic is properties of addition. If a teacher രണ്ട് സംഖ്യ എഴുതിയിട്ടിരിക്കുകയാണ്, നിങ്ങൾ നോക്കിയാ മനസ്സിലാവുന്നു. രണ്ട് സംഖ്യയും ടീച്ചർ ഓപ്പോസിറ്റും എന്താണ് അതേപോലത്തെ സംഖ്യയാണ് എഴുതിയിരിക്കുന്നത്. ആ സംഖ്യനെ തന്നെയാണ് തലതിരിച്ചാണ് ടീച്ചർ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അഡിഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ. തിരിച്ചും മറിച്ചും നമുക്ക് എന്താണ് കണക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ ഇപ്പോ ഒരു സംഖ്യ രണ്ട് നമ്പേഴ്സ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നു. ഈ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ തന്നെയാണോ ഈ സംഖ്യ അപ്പുറത്തും ഈ സംഖ്യ ഇപ്പുറത്തും ഇട്ട് മുകളിലും താഴെ അപ്പ് ആൻഡ് ഡൗൺ ഇട്ട് എന്താണ് അഡിഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്നാണ് ടീച്ചർ ഇവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് രണ്ട് സംഖ്യ അങ്ങനെ എഴുതിയത്. ഓക്കെ, അപ്പോ നോക്കാം. ഈ 5 എന്ന് പറയുന്ന സംഖ്യയോട് 2 എന്ന് പറയുന്ന സംഖ്യ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7. അടുത്ത് നമ്മളിപ്പോ ബാലൻസ് ചെയ്യുന്നതാണ് അല്ലെ, റീഗ്രൂപ്പിംഗ് ആണ് പഠിക്കുന്നത്. ഓക്കെ, 6 + 7 = എത്രയാണ്? 6 + 7. 6 + 7 എന്ന് പറയുമ്പോ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 13 അല്ലെ, 13. 13ന്റെ നമ്മൾ എന്താണ് 3 മാത്രമേ ഇവിടെ എഴുതുള്ളൂ, 1s മാത്രമേ എഴുതുള്ളൂ. ആ 10s ഇവിടെ എന്തോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും അല്ലെ. അപ്പൊ 5 + 2 എന്ന് പറയുമ്പോ 7. 7 + 1 = 8. 3 + 3 = 6. 4 + 2 = 6. ഈ ആൻസർ തന്നെയാണോ ഈ സംഖ്യനെ മുകളിലും ഈ സംഖ്യനെ താഴെയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇവിടെ ചെയ്യാം. എത്രയാണ്? സോറി, നമ്പർ 2 ആണ് ഇവിടെ. ഈ സംഖ്യയാണ് 2. 2 + 5 7. 7 + 6 = 13. അപ്പോ ബാലൻസിങ് ഫിഗർ ഇവിടെ അല്ലേ. 5 + 2 = 7. 7 + 1 8. 3 + 3 = 6. 4 + 2 = 6. അപ്പോ എത്രയാണ്? ഒരേ ആൻസർ തന്നെയാണ് എന്താണ് ഈ നമ്പേഴ്സിനെ മുകളിലും താഴെയായിട്ട് നമ്മളിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് അല്ലേ. ഇത് അടുത്ത ഒരു അഡിഷൻ നമുക്ക് പഠിക്കാം, ഒരു ഗ്രൂപ്പിംഗ് പഠിക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷനില് നമുക്ക് ആഡിങ് ബൈ ഗ്രൂപ്പിംഗ്, ആഡിങ് ബൈ ഗ്രൂപ്പിംഗ്. അവിടെ 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. അവിടെ എത്ര സംഖ്യകൾ തന്നിട്ടുണ്ട്? 3. 45,625 and 12,415 and അടുത്ത ഏതാണ് സംഖ്യ? 1,25,227. 1,25,227. ഓക്കെ, ഇപ്പൊ 3 സംഖ്യ തന്നിരിക്കുന്നു ഇല്ലേ. നമുക്ക് ഇതിനെ ഒരു ഗ്രൂപ്പ് ആക്കി നമുക്ക് എന്തോ ചെയ്യാം, അഡിഷൻ ചെയ്ത് നോക്കാം. ഇപ്പോ നമ്മൾ നോക്കുമ്പോ ഇത് രണ്ടും എന്താണ് 1000ന്റെ സ്ഥാനങ്ങളാണ് അല്ലെ. 2 thousands ആണ് അല്ലെ. ഇതെന്ന് പറയുമ്പോ ലാക്ക് അല്ലെ. അപ്പൊ നമുക്ക് എന്തോ ചെയ്യാം, ആദ്യം ഈ 2,000നെയും ആഡ് ചെയ്യാം അല്ലെ. ഫസ്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യും? ആ 2,000നെ ആഡ് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്യാമോ? ഓക്കെ, 5 + 5 = 10. ബാലൻസിങ് നെക്സ്റ്റ് ടെൻസിലോട്ട് കൊടുത്തു. 2 + 1 3. 3യും ആ 1ഉം കൂടി ചെയ്യുമ്പോൾ എത്രയാണ്? 4. നെക്സ്റ്റ് 1 6 + 4 എത്രയാണ്? 10. പിന്നെയും അവിടെ ഒരു 1 വന്നു അല്ലെ. ആ 1 നമ്മൾ എന്തോ ചെയ്തു? 5ലോട്ട് കൊടുത്തു. 5 + 2 7. 7 + 1 = 8 and 5. നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ് അല്ലെ. അപ്പൊ റീഗ്രൂപ്പിംഗ്, നമ്മൾ വേറൊരു ഗ്രൂപ്പിംഗ് അഡിഷൻ ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ എന്തോ ചെയ്യുക, അഡിഷൻ ചെയ്യുക. നമ്മളെന്താണ് ഫസ്റ്റ് എന്താണ് 1000നെ ആഡ് ചെയ്തു. എന്നിട്ട് എന്തോ ചെയ്തു,
ആ തൗസൻഡ്സിനെ ആഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് സംഖ്യയും കൂട്ടിയിട്ട് ഈ കിട്ടിയ ആൻസറിനോട് ഈ ലാക്ക് നമുക്ക് എന്തോന്ന് ചെയ്യാം, ആഡ് ചെയ്യാം. എങ്ങനെയാണ് 0+7 എന്ന് പറയുമ്പോൾ എന്താണ്, ഏതൊരു സംഖ്യയോടും 0 ആഡ് ചെയ്യുമ്പോൾ ആ സംഖ്യ തന്നെയാണ് ആൻസർ അല്ലെ. 6 2 5+8 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 13 അല്ലെ. അപ്പോ 13 3 1 8 അപ്പൊ എത്രയാണ്, 1,83,267 എന്ന് പറയുന്ന സംഖ്യ നമുക്കൊന്നതാണ് കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ നമ്മൾ അതിനെ വേറൊരു തരത്തിൽ നോക്കിയാലും നമുക്കിതിനെ ഇങ്ങനെ ചെയ്യുന്നതിന് പോലെ ഈ അതായത് തൗസൻഡ്സിനെയും ഹൺഡ്രഡ്സിനെയും ആഡ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്താണ് ഇതിനെ ഇങ്ങനെ ചെയ്യാം. അതായത് ഈ സംഖ്യ ലാക്കും ഈ തൗസൻഡ്സും ആഡ് ചെയ്യാം. ഈ 1000 എന്നതാണ് പിന്നീട് ആഡ് ചെയ്ത് നോക്കണം. അതങ്ങനെ നമ്മൾ ചെയ്യും. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യും, 1 lakh. അങ്ങനെ നമ്മൾ ആ സംഖ്യ തന്നെയാണ് എടുക്കുന്നത്, 1 lakh. നമുക്ക് തിരിച്ചും മാറ്റം ചെയ്യാം, പ്രോപ്പർട്ടീസ് ആണ്. നമുക്ക് അതാണ് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഏതെങ്കിലും ഒന്ന് നമുക്ക് എന്താ തിരഞ്ഞെടുക്കാം. ഇപ്പൊ ഫസ്റ്റ് തൗസൻഡ്സുകളാണ് ആഡ് ചെയ്തിട്ട് ലാക്കിലോട് ആഡ് ചെയ്യാം, ഇത് ആൻസർ കിട്ടും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ 3 സംഖ്യയും ആഡ് ചെയ്യാം, അതും ഈ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ഈ ലാക്കിനോട് ഒരു തൗസൻഡിന്റെ സംഖ്യ ആഡ് ചെയ്തിട്ട് മറ്റൊരു തൗസൻഡ്സ് ആഡ് ചെയ്യും. അതാണ് ഇപ്പൊ ടീച്ചറിവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, 5+7 എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 12 അല്ലെ. ബാലൻസ് 1 4 6 7 3 1. ഓക്കെ, ഇതിന്റെ കൂടെ നമ്മൾ ഈ സംഖ്യ എന്തോന്ന് ചെയ്യും, അഡിഷൻ ചെയ്യും. Seven, 6, 12, balancing figure 1, 8, balancing figure 1, എത്രയാണ് 13. അതിനെന്തോന്ന് ചെയ്യും, ഇങ്ങോട്ട് കൊടുക്കും അല്ലെ. അപ്പോ 8 1. ഇവിടെ കിട്ടിയ ആൻസർ തന്നെയാണ് ഇവിടെ വരുന്നത്. നമുക്ക് പ്രോപ്പർട്ടീസ്, നമുക്ക് ഇനി ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം ഉള്ള ചോയ്സ് ആണ് തരുന്നത്. ഇപ്പൊ ഒരു 3 സംഖ്യ തരുമ്പോ ഫസ്റ്റ് ഏത് ആഡ് ചെയ്യണം, ഏതിനോട് ഏത് ആഡ് ചെയ്യണം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ തിരിച്ചും മറിച്ചും വിട്ടെന്ന് ചെയ്യാം, അഡിഷൻ ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്, ഈ പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ നോക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇനി നമുക്ക് നോക്കാനുള്ളത് അഡിഷൻ ഓഫ് 0 എന്ന് പറയുന്ന ഒരു സംഖ്യയോട് ഒരു സംഖ്യ അഡിഷൻ ചെയ്യുമ്പോൾ ഏതാണ് വരുന്നതെന്നാണ് നോക്കാനുള്ളത്. 0 എന്ന് പറയുന്ന ഒരു സംഖ്യയോട് ഒരു സംഖ്യ 0 എന്ന് പറയുന്നത് 0 ആണല്ലേ, അവിടെ ഒന്നുമില്ല, നോ എം ടി അല്ലേ, എം ടി ആണ് അവിടെ. ഒരു സംഖ്യയോട് 0 അഡിഷൻ 0 അഡിഷൻ ചെയ്യുമ്പോ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. പ്ലസ് 0 എത്ര കിട്ടും? 0 എന്ന് പറയുന്ന സംഖ്യയോട് ഒരു സംഖ്യ ആഡ് ചെയ്യുമ്പോൾ ആ സംഖ്യ തന്നെയാണ് കിട്ടുന്നത്. അതായത് ഇപ്പൊ 7 എന്ന് പറയുന്ന സംഖ്യയാണ് 0 ഇവിടെ ആഡ് ചെയ്യേണ്ടതുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ആ 7 എന്ന് പറയുന്ന സംഖ്യ തന്നെയാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് അഡിഷൻ ഓഫ് 1. 1 നമ്മൾ ഒരു സംഖ്യയോട് ആഡ് ചെയ്യുന്നതെങ്കിൽ എത്ര? പ്ലസ് 1 ഈസിക്വൽ ടു എത്ര വരും? ഈ 1 നമ്മൾ 7നോട് ആഡ് ചെയ്യും അല്ലേ. ആൻസർ എന്താണ്?
13,258 എന്ന് പറഞ്ഞ് കിട്ടും. അതേപോലെ അഡിഷൻ ഓഫ് ടെൻസ്. ഇപ്പൊ 10 ആണ് ഒരു സംഖ്യയോട് ആഡ് ചെയ്യുന്നതെങ്കിൽ 10 ആണ് ഒരു സംഖ്യയോട് ആഡ് ചെയ്യുന്നതെങ്കിൽ സീക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 0 + 9 അല്ലെ? 0 + 9 എന്ന് പറയുമ്പോ എത്രയാണ്? 0യുടെ 9 കൂട്ടുമ്പോ 9 തന്നെയാണ്. 1 + 8 എന്ന് പറയുമ്പോ 9. അത് കഴിഞ്ഞിട്ട് 187 ആണ് ആൻസർ. അഡിഷൻ ഓഫ് 100. ഓക്കെ, 100 ചെയ്യുമ്പോ എത്ര വരും? 47,180 പ്ലസ് 100 8. അവിടെ 1 + 1 = 2. ഓക്കെ, 0യുടെ ഏതൊരു സംഖ്യ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 0 + എനി നമ്പേഴ്സ്. ആ നമ്പേഴ്സ് ആണ് നമ്മൾ എന്താ ചെയ്ത് ആഡ് ചെയ്യുന്നത്. അടുത്ത അഡിഷൻ ഓഫ് 1000. ഇപ്പൊ 100 ആണ് നമ്മൾ 100 എഴുതി, പിന്നെ തൗസൻഡ്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ, ഒരു സംഖ്യയോട് 1000 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 25,471 എന്ന് പറയുന്ന സംഖ്യയോട് 1000 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0 അല്ല 1 അല്ലെ? 1 0 + 7 7 0 + 4 4 1 + 5 6 2 ഇതാണ് ആൻസർ. ഓക്കെ, മനസ്സിലായോ? നമ്മൾ 0 എന്താണ് ഒരു അഡിഷൻ ഓഫ് 0, ഒരു സംഖ്യയോട് 0 അഡിഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് നോക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് 1 അഡിഷൻ ചെയ്യുമ്പോൾ എത്ര, 10 അഡിഷൻ ചെയ്യുമ്പോൾ എങ്ങനെ, 100 അഡിഷൻ ചെയ്യുമ്പോൾ 1000 അഡിഷൻ ചെയ്യുമ്പോൾ. അതായത് 0 എന്ന് പറയുന്ന ഒരു സംഖ്യയോട് എനി നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആ നമ്പേഴ്സ് ആണ് നമുക്ക് എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്. 0 + 9 = 9. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ശരി, അഡിഷൻ മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പൊ ഇനി വേർഡ് പ്രോബ്ലം നോക്കാം. വേർഡ് പ്രോബ്ലം അറിയാലോ, വേറെ ഒന്നുമില്ല, ജസ്റ്റ് 2 സംഖ്യകൾ തന്നിരിക്കും. അതെന്താണ് നമ്മൾ എന്താ ചെയ്യുക? അഡിഷൻ ചെയ്യുന്നതാണ്. ഒരു ഇതായിരിക്കും തന്നിരിക്കും, നമുക്കൊരു കഥ പോലെയോ എന്തെങ്കിലും തന്നിരിക്കും അല്ലെ? വേർഡ് പ്രോബ്ലം. ഇവിടെ ഒരു ഗാർഡനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഒരു ഗാർഡൻ ഓപ്പൺ ആവുന്നത് വർഷത്തിൽ 2 മാസമാണ്. 2 മാസം മാത്രമേ അവിടെ എന്താണ് വിസിറ്റേഴ്സിന് അനുവാദം ഉള്ളൂ. 2 months. അപ്പോ ഫസ്റ്റ് മന്ത് ഇത്ര പേര് വന്നു, സെക്കൻഡ് മന്ത് ഇത്ര പേര് വന്നു. അപ്പോ ആ വർഷത്തിൽ എത്ര പേരാണ് ആ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു എന്നാണ് ഇവിടത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് മാസത്തെ മന്തില് എത്രയാണ് തന്നെ? 1,10,275 മെമ്പേഴ്സ് ആണ്, പീപ്പിൾസ് ആണ് അവിടെ വിസിറ്റ് ചെയ്യാൻ വന്നത്. അതായത് എന്താണ് ഫസ്റ്റ് മന്ത് അല്ലെ? ഫസ്റ്റ് മന്ത്. അടുത്ത സെക്കൻഡ് മന്തില് എത്ര പേരാണ് വന്നത്? 32,554 എന്ന് സെക്കൻഡ് മന്ത്. ഓക്കെ, അപ്പോ ടോട്ടൽ എത്ര പേരാണ്, എത്ര ആൾക്കാരാണ് അവിടെ വിസിറ്റേഴ്സ് ആയി എത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യും? ഈ 2 സംഖ്യയെ നമ്മൾ എന്താ ചെയ്യും? അഡിഷൻ ചെയ്ത് എഴുതുകയാണ് എന്താണ് അതിന്റെ ആൻസർ. 5 + 4 എത്രയാണ്? 9. 7 + 5 12 അല്ലെ? 7 + 5 12 അല്ലെ? ബാലൻസ് 1 7 8 0 2 എത്രയാണ്? 2 4 1. അപ്പൊ എത്രയാണ്? 1,42,829 ആണ് അവിടെ ഒരു വർഷത്തിൽ വന്ന വിസിറ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ തിരിച്ചെഴുതിയും അഡിഷൻ ചെയ്യാം, അല്ലാതെ നമുക്ക് എന്തോ ചെയ്യാം? അഡിഷൻ ചെയ്യാം. അതായത് പ്രോപ്പർട്ടീസ് ആണ്. ഈ സംഖ്യ മുകളിലിട്ടും ചെയ്യാം, ഈ സംഖ്യ താഴെ എഴുതി എന്തോ ചെയ്യാം? നമുക്ക് അഡിഷൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ എന്താണ്? ഒരു ടെസ്റ്റ് മാച്ച് നടക്കുമ്പോൾ അതിന്റെ വന്ന ആഡിയൻസിനെ കുറിച്ചാണ് അടുത്ത കണക്ക്. അതെന്താണ്? നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുക. ടീച്ചർ എന്താ ചെയ്യാ?
പറയുന്നില്ല. അതും ഇതേപോലെ പ്രോപ്പർട്ടീസ് വെച്ചാണ് എന്തോന്ന് ചെയ്യുന്നത് അല്ലേ. നമുക്ക് തോന്നും പോലെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ആ സംഖ്യനെ താഴെയോ മുകളിലോ ഇട്ടെന്തോ ചെയ്യാം. അതിന്റെ ആൻസർ എന്ന് പറയുന്നതായിരിക്കും ഈക്വൽ, അതായത് സമമായിരിക്കും. അത് ഒരേ സംഖ്യ തന്നെ. ഓക്കെ, ഹോംവർക്കുകളൊന്നും വരുന്നില്ല. തുടക്കത്തിൽ എല്ലാവരും ഹോംവർക്ക് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാവരും എന്നല്ല, 1-2 പേരും ഒഴിച്ച് ബാക്കി എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ ഹോംവർക്കുകളൊന്നും വരുന്നില്ല. എല്ലാവരും എന്തോന്ന് ചെയ്യുക, വീട്ടിലിരുന്ന് ഹോംവർക്ക് ചെയ്യുക. ഞാൻ ഇടുന്ന ആക്ടിവിറ്റികൾ ചെയ്ത് എനിക്ക് അയക്കുക. ഓക്കെ, എല്ലാവരും വീട്ടിലിരുന്ന് നല്ല രീതിയിൽ തന്നെ ചെയ്യുക, പഠിക്കുക. ഓക്കെ, ബൈ ബൈ.